Next, variance of exponential distribution. Variance denoted by the letter sigma square of x and is defined as e of x square minus mu square. Now, first we are going to find e of x square. E of x square for continuous random variable, it is defined as x from minus infinity to infinity x into f of x dx. Since f of x is defined only for positive values, we can rewrite it as x from 0 to infinity x into lambda e raised to minus lambda x dx. Sorry, e of x square x into f of x dx illa x square into f of x dx and e of x and x into f of x square into this one, that is lambda into integral x from 0 to infinity x square into e raised to minus lambda x dx, that is equal to lambda into integration. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ u algebraic ആണ്, x square algebraic ആണ്. അപ്പോൾ x square into e raised to minus lambda x integral e raised to minus lambda x by minus lambda minus x square derivative 2x into integral of e raised to minus lambda x by minus lambda, which is e raised to minus lambda x by minus lambda into minus lambda, which is minus lambda square. Next, plus 2x into the 2 e raised to minus lambda x by minus lambda square the integral e raised to minus lambda x by minus lambda എന്ന് വരും. ഓൾറെഡി ഒരു മൈനസ് ലാംഡ സ്ക്വയർ ഉണ്ട്, അപ്പോൾ മൈനസ് ലാംഡ ക്യൂ. ലിമിറ്റ് ഫ്രം 0 to infinity. ഇവിടെ ലാംഡ ഇൻറ്റു അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. എല്ലാ ടേമിലും ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് എഴുതുന്ന കേസാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. എല്ലാ ടേമിലും ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ഉണ്ട്. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എല്ലാ ടേമിലും വരും. അപ്പോൾ അപ്പർ ലിമിറ്റ് കംപ്ലീറ്റ് എന്താവും? 0 മൈനസ്. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും എക്സ് സ്ക്വയർ 2x ഉണ്ട്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ ഇൻറ്റു സംതിങ്, അത് 0 വരും. ആൻഡ് 2x ഇൻറ്റു സംതിങ്, ദറ്റ് ഈസ് 2 ഇൻറ്റു 0, 0 ഇൻറ്റു സംതിങ്, അതൊക്കെ 0 വരും. മൈനസ് 0 വന്നു. ലാസ്റ്റ് ഉള്ള ടേമിൽ 2 ഇൻറ്റു ഇ റേസ് ടു 0 ബൈ മൈനസ് ലാംഡ ക്യൂബ്, ദറ്റ് ഈസ് മൈനസ് ലാംഡ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂബ് ഇൻറ്റു ലാംഡ ക്യൂബ്, അത് മൈനസ് ലാംഡ ക്യൂബ് ആണ്. ഞാൻ മൈനസ് ലാംഡ ഓൾ ക്യൂബ് ഈക്വൽ ടു മൈനസ് ലാംഡ ക്യൂബ് എന്നായിരുന്നു. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. മൈനസ് ലാംഡ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസിനും ക്യൂബ് ഉണ്ട്, ലാംഡക്കും ക്യൂബ് ഉണ്ട്. ഇവിടെ മൈനസ് ലാംഡ ക്യൂബിന് എഴുതിയാൽ ലാംഡക്ക് മാത്രമേ ക്യൂബ് വരും. അപ്പോൾ എന്താ? ലാംഡ ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഒക്കെ മാറ്റി ലാംഡ ഇൻറ്റു 2 into e raised to 0, 2 by lambda square, which is, lambda cube. അപ്പോൾ the answer വരിക 2 by lambda square, e of x square. ഇനി ലിമിറ്റ് യൂഷ്വലായി കൊടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ വരും. അതുകൂടി പറയാം. നോക്കൂ, ഇത് ഞാൻ വേറെയും കൊണ്ട് എഴുതാം. നിങ്ങൾ രണ്ടും എഴുതണ്ട, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഫസ്റ്റ് ടേമിൽ എന്താ? എക്സ് സ്ക്വയറിൻ്റെ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ. അപ്പം എന്തൊരു മൈനസ് 1 ബൈ ലാംഡ ഇൻറ്റു അതിൻ്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് കൊടുത്താൽ ഇൻഫിനിറ്റി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി, അത് 0 വരും. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കുകയാണെങ്കിൽ 0 സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു 0, അതും 0 വരും. ഇനി അടുത്ത ടേമിൽ മൈനസ് 2 ബൈ ലാംഡ സ്ക്വയർ എന്നുള്ളത് അവിടെ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സിനാണ് ലിമിറ്റ്. അപ്പോൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്, അത് ഇൻഫിനിറ്റി വരും. മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ 0 ഇൻറ്റു ഇ റേസ് ടു 0, ഇത് ഇൻഫിനിറ്റി അല്ല, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി, അത് 0 വരും. സെക്കൻഡ് ടേമും 0 വരും. ഇനി ലാസ്റ്റ് ടേം നോക്കൂ, 2 ബൈ മൈനസ് ലാംഡ ക്യൂബ് കോൺസ്റ്റന്റ്, അപ്പോൾ മൈനസ് 2 ബൈ ലാംഡ ക്യൂബ്. അവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്താ വരിക? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി, അഗെയിൻ 0. ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇ റേസ് ടു 0, 1. അപ്പോൾ നോക്കുക, എല്ലാ ടേമും ഈ ലാസ്റ്റ് ഉള്ള ഒരു ടേം ഒഴികെ ബാക്കിയൊക്കെ 0 ആയി. ലാംഡ ഇൻറ്റു ലാസ്റ്റ് ടേം എന്താ? 2 ബൈ ലാംഡ സ്ക്വയർ,
2 by lambda cube. Therefore, it is 2 by lambda square. എങ്ങനെ ചെയ്താലും സെയിം തന്നെ ആൻസർ. നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. ഇതാണ് നിങ്ങൾക്ക് ഇതായിരിക്കും ഈസി എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും എഴുതുക കറക്റ്റായിട്ട്. 2 by lambda square. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ത് കിട്ടി? 2 by lambda square കിട്ടി. Now, sigma square of x is e of x square minus mu square, that is 2 by lambda square minus e of x എന്ന് പറയുന്ന mu എന്ന് പറയുന്ന 1 by lambda ആണ്, അതിൻ്റെ സ്ക്വയർ 1 by lambda square. അപ്പോൾ 2 മൈനസ് ഡിനോമിനേറ്റർ സെയിം ആണ്, lambda square ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ജസ്റ്റ് മൈനസ് ചെയ്യുക. 2 minus 1 1 by denominator is lambda square. അപ്പോൾ വേരിയൻസ് ഓഫ് exponential distribution is 1 by lambda square. Mean എന്ന് പറയുന്നത് എന്താണ്? 1 by lambda ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് 1 by lambda square ആണ്. നിങ്ങൾ ഈ റിലേഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക. പാരാമീറ്റർ എന്ന് പറയുന്നത് ലാംഡ ആണ്. പാരാമീറ്ററിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? മീൻ. മീനിന്റെ സ്ക്വയർ ആണ് വേരിയൻസ്. അല്ലെങ്കിൽ പാരാമീറ്ററിന്റെ സ്ക്വയറിന്റെ റെസിപ്രോക്കൽ ആണ് വേരിയൻസ്. അങ്ങനെയൊക്കെ ഒന്ന് കോറിലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നു. ഓക്കെ, ഇനി മീനും വേരിയൻസും ഒക്കെ ചെയ്തു നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ CDF എങ്ങനെ ഡിറൈവ് ഉണ്ടാക്കും. CDF ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. CDF എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്. f of x equal to lambda e raised to minus lambda x 0, otherwise x greater than or equal to 0. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ 0 വന്നു. ഈ ഒരു കേസിലാണ് എന്ത് വരുന്നത്? ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 0. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? CDF 0 ആയിരിക്കും. ക്ലിയർ ആണ്, കാരണം ഡെഫിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ എൻഡ് ചെയ്യുന്ന കേസ് അറിയില്ല. അതായത് 1 ആവുന്ന കേസ് എക്സാക്ട് പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അറ്റ് ഇൻഫിനിറ്റി ഇറ്റ് ഈസ് 1 എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇഫ് എക്സ് ലെസ് ദാൻ 0 ദെൻ CDF എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെ. ഇനി ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് വൈ ഡി വൈ എന്നായിരിക്കും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. എഫ് ഓഫ് വൈ ഡി വൈ ഓർ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തായാലും സെയിം തന്നെ. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ആണിത്. അപ്പോൾ എഫ് ഓഫ് വൈ എന്ത് വരും? ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ വൈ ഡി വൈ. എന്താ ഇവിടെ ലാംഡ കോൺസ്റ്റന്റ് ആണ്. ഇനി ഇ റേസ് ടു മൈനസ് ലാംഡ വൈയുടെ ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് ലാംഡ വൈ ബൈ മൈനസ് ലാംഡ. ലിമിറ്റ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്. ഏതിന്റെ ലിമിറ്റ്? വൈയുടെ ലിമിറ്റ് ആണ്. വൈ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്. അപ്പോൾ ലാംഡ ബൈ ലാംഡ, ലാംഡ ബൈ മൈനസ് ലാംഡ ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. പിന്നെ ഒരു മൈനസ് അവിടെ കിടക്കും. അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്, വൈക്ക് പകരം എക്സ് കൊടുക്കുക, മൈനസ് ലാംഡ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇൻഫിനിറ്റി, ദറ്റ് ഈസ് മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് ഒന്നുമില്ല. ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഞാനിവിടെ എഴുതിയത് മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ആണ് പറയുന്നത് അല്ലേ. ഈ മൈനസ് ഇൻഫിനിറ്റി ടു എക്സിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാതെയാണ് എടുക്കുക. സോറി, എന്താ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ എവിടെയോ വരും. അപ്പോൾ അതിന് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഇത് വരും ഇന്റഗ്രൽ സോറി എക്സ് ഫ്രം മൈനസ് എക്സ് അല്ല മൈനസ് ഇൻഫിനിറ്റി ടു ഇവിടെ എവിടെയോ കിടക്കുന്ന ഒരു എക്സ് ആണ്. അപ്പോഴത്തേക്കാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്ലസ് 0 ടു എക്സ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 0 അത് 0 തന്നെ. ഇനി 0 ടു എക്സ് ആണ് ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ വൈ ഡി വൈ വരിക. ഇന്റഗ്രേറ്റ് ചെയ്താൽ ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ വൈ ബൈ മൈനസ് ലാംഡ. ലിമിറ്റ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. ലാംഡ ലാംഡ ക്യാൻസൽ ചെയ്യാം. ലാംഡ ബൈ മൈനസ് ലാംഡ ഒരു മൈനസ് കിടക്കും. ഇ റേസ് ടു മൈനസ് വൈക്കാണ് നമ്മൾ വൈ ഫ്രം 0 ടു എക്സ് ആണ് കൊടുക്കുന്നത്. വൈ അപ്പർ ലിമിറ്റ് എക്സ് ആകുമ്പോൾ
minus lambda y minus e raised to 0. അപ്പോൾ ഇതൊരു മൈനസ് ഓഫ് e raised to minus lambda x minus 1, that is 1 minus e raised to minus lambda x. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സി ഡി എഫ് ഒരു ഫംഗ്ഷൻ ഫോർമാറ്റിൽ എഴുതി എന്ത് വരും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 if x less than 0, x greater than or equal to 0 means it is 1 minus e raised to minus lambda x. യൂഷ്വലി നമ്മൾ സി ഡി എഫ് എഴുതുമ്പോൾ ഒരു കേസിൽ ഒരു 1 വന്നിട്ട് അതിൻ്റെ എക്സ്ട്രീം കേസ് വരും. പക്ഷെ ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. അറ്റ് ഇൻഫിനിറ്റി അതെന്തായിരിക്കും? 1 ആയിരിക്കും. പക്ഷെ ഇവിടെ നോക്കൂ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് എക്സാക്ട് 1 ആവുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ലെങ്കിലും നിങ്ങൾക്കത് വേറെ രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം ആണ്. ഇതുവരെ ഡയറക്റ്റ് ചോദിച്ചില്ല, എന്നാലൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ.